വേൾഡ് കപ്പ് ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന പോരാട്ടത്തിൽ ജോർദാനെ തകർത്തെറിഞ്ഞ് കളിച്ച 3 മത്സരത്തിലും ഗംഭീര വിജയമായി അർജന്റീന റൗണ്ട് ഓഫ് 32ലേക്ക് മുന്നേറുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ വലിയ മാറ്റങ്ങളുമായായിരുന്നു സ്കലോണി അർജന്റീന ടീമിനെ ഇറക്കിയത്. പക്ഷേ ആദ്യ പകുതിയിൽ മുഴുവൻ കളി നിയന്ത്രിച്ചത് അർജന്റീന തന്നെയായിരുന്നു. സ്റ്റാർട്ടിംഗ് ലൈനപ്പിലെത്തിയ ജിവാനി ലോ സെൽസോയുടെ മനോഹര ഫ്രീ കിക്ക് ഗോളിലൂടെ അർജന്റീന ആദ്യം മുന്നിലെത്തി. പിന്നാലെ ലൗത്തറോ മാർട്ടിനസിന്റെ പെനാൽറ്റി ഗോൾ. മത്സരത്തിൽ ജോർദാൻ തിരിച്ചുവരവിനുള്ള ഒരു ചെറിയ പ്രതീക്ഷകൾ കാട്ടിത്തുടങ്ങുന്ന സമയത്താണ് സ്കലോണി ലിയോ മെസ്സിയെ കളത്തിലേക്ക് ഇറക്കുന്നത്. മത്സരത്തിന്റെ ടൈം ക്ലോക്കിൽ 60 മിനിറ്റ് പിന്നിട്ടിരുന്നു. കൃത്യം 19 മിനിറ്റുകൾക്ക് ശേഷം മത്സരത്തിന്റെ 79-ാം മിനിറ്റിൽ ഒരു കാർപ്പറ്റ് ഫ്രീ കിക്കിലൂടെ ഗോൾ കീപ്പറെ അനായാസം മറികടന്ന് ലിയോ മെസ്സി തന്റെ 3-ാം മത്സരത്തിലും ഗോൾ നേടി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ 6 ഗോളുമായി ലിയോ ഗോൾഡൻ ബൂട്ട് റേസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതിലെല്ലാം ഉപരി വേൾഡ് കപ്പിലെ സർവ്വകാല റെക്കോർഡാണ് ലിയോ മെസ്സി ഇന്നത്തെ ഗോളോടെ മറികടന്നത്. മത്സരത്തിന്റെ 80-ാം മിനിറ്റിൽ ഫ്രീ കിക്ക് ഗോൾ വലയിലെത്തിച്ച് മെസ്സി രചിച്ച ചരിത്രം തുടർച്ചയായ 7 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഗോളടിക്കുന്ന ചരിത്രത്തിലെ ആദ്യ താരമെന്ന നാഴികകല്ലാണ് ലിയോ മെസ്സി പിന്നിട്ടത്. 6 വേൾഡ് കപ്പുകളിൽ തുടർച്ചയായി ഗോളടിച്ച ജസ്റ്റ് ഫോണ്ടൈൻ്റെയും ജെയ്സീനിയയുടെയും റെക്കോർഡുകളായിരുന്നു ലിയോ മെസ്സി തകർത്തത്. നിലവിൽ മെസ്സിയും അവർക്കൊപ്പം 6 മത്സരങ്ങളിൽ ഗോളടിച്ച് നിൽക്കുകയായിരുന്നു. 2022 പ്രീ ക്വാർട്ടറിൽ തുടങ്ങിയതാണ് മെസ്സിയുടെ ഗോൾ വേട്ട. അന്ന് ഓസ്ട്രേലിയക്കെതിരെ മനോഹരമായ ഗോളിൽ മെസ്സി അന്ന് തുടക്കം കുറിച്ചതാണ്. പിന്നെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡിനെതിരെ ലിയോ മെസ്സി വീണ്ടും ഗോൾ വല ചലിപ്പിച്ചു. പിന്നെ ബ്രസീലിനെ വീഴ്ത്തി സെമിയിലേക്ക് കളിക്കാനെത്തിയ ക്രൊയേഷ്യക്കെതിരെയും ലിയോ മെസ്സി ഗോൾ വല ചലിപ്പിച്ചു. അന്ന് മെസ്സിയുടെ സംഹാര താണ്ഡവമായിരുന്നു ക്രൊയേഷ്യക്കെതിരെ നമ്മൾ കണ്ടത്. പിന്നെ വേൾഡ് കപ്പ് ഫൈനലിൽ അന്ന് ഫ്രാൻസിനെതിരെ ലിയോ മെസ്സി 2 തവണയാണ് ഗോൾ വല ചലിപ്പിച്ചത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ തന്നെ തുടർച്ചയായ 4 മത്സരത്തിൽ ഗോൾ നേടിയ ലിയോ മെസ്സി അവിടെ നിന്നും ഈ വേൾഡ് കപ്പിൽ തുടങ്ങുകയായിരുന്നു. ഈ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം വിറപ്പിച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ അൾജീരിയക്കെതിരെ ഹാട്രിക്കുമായാണ് 39-കാരൻ ആ ലോങ് സ്ട്രൈക്ക് തുടങ്ങിയത്. ആദ്യ മത്സരത്തിൽ തന്നെ ഹാട്രിക്കുമായി മെസ്സി കളന്നിറയുന്നു. 2-ാം മത്സരത്തിൽ വെല്ലുവിളികളുമായി എത്തിയ ഓസ്ട്രിയക്കെതിരെ മെസ്സിയുടെ ഇരട്ട ഗോളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഇതാ 3-ാം മത്സരത്തിൽ പകരക്കാരനായി കളത്തിലിറങ്ങി ഫ്രീ കിക്ക് ഗോളുമായി ലിയോ മെസ്സി വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ മുന്നുള്ള ആ വലിയ വേൾഡ് കപ്പ് റെക്കോർഡാണ് ഇപ്പോൾ ഇതാ ലിയോ മെസ്സി ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി വേൾഡ് കപ്പ് റെക്കോർഡ് തകർക്കാനുള്ള സാധ്യതയും കുറവാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.